പൊതു ശൗചാലയത്തിൽ ഖരമാലിന്യങ്ങൾ നിറച്ചു, പ്രതിഷേധിച്ച് ബി.ജെ.പി. കല്ലടിക്കോട് TB ജംഗ്ഷനിലുള്ള പൊതു ശൗചാലയത്തിൽ ഖരമാലിന്യങ്ങൾ നിറച്ചതിനെതിരെ ബി.ജെ.പി. പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച ഖരമാലിന്യങ്ങളാണ് ചാക്കുകളിൽ നിറച്ച് പൊതു ശൗചാലയത്തിൽ കൂട്ടിവെച്ചിട്ടുള്ളത്. കൂടാതെ സമീപത്തുള്ള കുടിവെള്ള സംഭരണിക്ക് താഴെയും നിറച്ചുവെച്ചിട്ടുണ്ട്. ട്യൂബുകൾ, കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കൂട്ടിവെച്ചിട്ടുള്ളത്. ഇത് നായ്ക്കൾ കടിച്ചു വലിച്ച് റോഡുകളിലേക്ക് എത്തുന്നു. ഇറിഗേഷൻ ഓഫീസ്, വായനശാല തുടങ്ങി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ജനജീവിതത്തെ ബാധിക്കുന്നതായി ബി.ജെ.പി. ആരോപിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിലാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ പൊതു ശൗചാലയം കരിമ്പ പഞ്ചായത്തിന് കൈമാറിയത്. ശൗചാലയം പ്രവർത്തനം തുടങ്ങണമെന്നാവശ്യപ്പെട്ടിട്ടും പ്രവർത്തനത്തിനായി കരാർ എടുക്കാൻ ആളെ ലഭിക്കുന്നില്ല എന്നതായിരുന്നു കാരണം. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി PM ശിവദാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് ഈ പൊതു ശൗചാലയം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതാണ്. മാത്രവുമല്ല, ഇവിടെ മുഴുവൻ അകത്ത് മുഴുവൻ അത്തരത്തിലുള്ള ഖരമാലിന്യങ്ങൾ സംഭരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അതിൻ്റെ ഗേറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. 10 ലക്ഷം രൂപ മുടക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഇവിടെ എത്തരത്തിലാണ് പാഴായി പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണമായി ഇപ്പോഴും അങ്ങനെ അവശേഷിക്കുകയാണ്. ഈ ശൗചാലയം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ മാറ്റണം എന്നുള്ള ഒരു അപേക്ഷയാണ്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കിവിടെ അധികാരികളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത്. ഈ ശൗചാലയത്തെ അവർ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ബി.ജെ.പി. പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടെ അറിയിക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടായിട്ടില്ല എങ്കിൽ ബി.ജെ.പി. ശക്തമായ സമരപരിപാടികളുമായി ഇവിടെ രംഗത്ത് വരും എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ ഈ വാട്ടർ ടാങ്കിന് താഴെ അലക്ഷ്യമായി ധാരാളം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഈ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ അലക്ഷ്യമായാണ് ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ ഇതിനെയെല്ലാം കാണാൻ കഴിയൂ. മാത്രമല്ല, ഒരു കുടിവെള്ള സംഭരണിയുടെ താഴെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂട്ടിയിടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായി നമ്മുടെയൊക്കെ മൺസൂൺ കാലത്തുണ്ടാകുന്ന ആ ഒരു മലിനമായ അന്തരീക്ഷത്തിൽ ഇതിൽ നിന്നുണ്ടാകുന്ന രോഗാണുക്കളും അതുമൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധികളും തടയുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ സർക്കാരുകളിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം. ഈ അലംഭാവത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശക്തമായി പ്രതികരിക്കുകയാണ്. ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമുഖം തുറക്കൽ മാത്രമാണ്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. കരിമ്പ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK ജയപ്രകാശ്, കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് P ശരത്, രാഹുൽ അച്ചാരത്ത്, TB സന്ദീപ് എന്നിവർ സംസാരിച്ചു. പൊതു ശൗചാലയം ഉടൻ ഉപയോഗയോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്തിലേക്ക് ശക്തമായ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കല്ലടിക്കോടിന്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പൊതു ശൗചാലയത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന് താഴെ കുന്നുകൂടി കൊടുക്കുന്ന ഖരമാലിന്യങ്ങളും. ഈ ഖരമാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് സ്വരൂപിക്കുന്നതിന് വേണ്ടി 50 രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് അവർ ഈടാക്കുന്നത്. ആ ഈടാക്കിയിട്ടുള്ള ഖരമാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഈ ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് സാധാരണ എല്ലാ വീട്ടുകാർക്കും ഇതുപോലെ ഒരു പൊതു സ്ഥലത്ത് കൊണ്ടിട്ട് ഇത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തികമായി കൊടുക്കാണ്ട് കഴിഞ്ഞു. ഈ വാങ്ങുന്ന പണം എത്രയാണ്, ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ഈ പൊതുജന സമൂഹത്തെ അറിയിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ ബാധ്യസ്ഥരാണ്. ഇതിനൊരു വ്യക്തമായൊരു ശാശ്വതമായൊരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.